അപ്പൊ ഇന്ന് നമ്മൾ മാത്സ് ആണ് നോക്കാൻ പോകുന്നത്. മാത്സ് ചാപ്റ്റർ സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇത് അസേർഷൻ ആൻഡ് റീസണിങ് എ ആൻഡ് ആർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആൻഡ് റീസണിങ് ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേർഷൻ തന്നിട്ടുണ്ട്. അസേർഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് ഓൾവേസ് ഹോൾ നമ്പർ. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഓൾവേസ് ഹോൾ നമ്പർ എന്നാണ് പറയുന്നത്. സ്ക്വയർ റൂട്ട് എപ്പോഴും എന്തായിരിക്കും? ഹോൾ നമ്പർ ആയിരിക്കും. ഹോൾ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും 0 മുതൽ ഇൻഫിനിറ്റി വരെ വരുന്നത്. ഓക്കെ, അപ്പൊ റീസൺ പറഞ്ഞിരിക്കുന്നത് എ പെർഫെക്റ്റ് സ്ക്വയർ ഇസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇന്റിജർ ബൈ ഇറ്റ്സെൽഫ്. അതായത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിനെ, ഒരു ഇന്റിജറിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിനെ ഇതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് സ്ക്വയർ നമുക്ക് കിട്ടുന്നത്. 2 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബോത്ത് നമ്മുടെ എയും ആറും ട്രൂ ആണ്. ബി എന്ന് പറയുന്നത് ബോത്ത് എയും ആറും ട്രൂ ആണ്. പക്ഷെ എന്താണ്? ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ. കറക്റ്റ് റീസൺ കറക്റ്റ് അല്ല. ഇത് രണ്ടും ശരിയാണ്, പക്ഷെ ഈ അസേർഷന് പറ്റിയ റീസൺ അല്ല തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എ ട്രൂ ആണ്, പക്ഷെ ആർ എന്താ? ഫോൾസ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എ ഫോൾസ് ആണ്, ആറ് ട്രൂ ആണ്. അപ്പൊ ഇത് 4 ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓൾവേസ് ഹോൾ നമ്പർ ആണോ? ആണ്. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? ഹോൾ നമ്പേഴ്സിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റ് ആണല്ലോ. ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ, അതിന്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അസേർഷൻ ആൻഡ് റീസണിങ് തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ആദ്യം അസേർഷൻ പറയുവാണ്. അസേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസേർഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6838 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 6838 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. റീസൺ എന്ന് പറയുന്നത് a perfect square can never have 8 at unit place. യൂണിറ്റ് പ്ലേസിൽ പെർഫെക്റ്റ് സ്ക്വയറിന് എന്ത് വരില്ല? 8 വരില്ല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് സംഭവം? 6838 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. യൂണിറ്റ് പ്ലേസിൽ 8 വരാൻ പാടുണ്ടോ? പെർഫെക്റ്റ് സ്ക്വയറിന്റെ വരാൻ പാടില്ല. 2 3 7 8 ഇതൊക്കെ യൂണിറ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമ്പർ എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയറേ അല്ല. സോ അതുകൊണ്ട് ഇതിൽ രണ്ടും കറക്റ്റ് അല്ലേ? ബോത്ത് അസേർഷൻ സോറി, രണ്ടും കറക്റ്റ് അല്ല, ഇത് തെറ്റാണല്ലോ. പറഞ്ഞത് ശരി, തെറ്റിപ്പോയി. അപ്പം 6838 എന്നുള്ളത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അല്ല. ഓക്കെ, അപ്പൊ ഇത് ഫോൾസ് ആണ്. അസേർഷൻ ഫോൾസ് ആണ്. ഇനി റീസൺ എന്താണ്? യൂണിറ്റ് പ്ലേസിൽ 8 എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. അപ്പൊ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം? എന്താണ്? ശരിയാണ്. വരാൻ പാടില്ല. ഈ 2 3 7 8 വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ സ്ക്വയർ നമ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അസേർഷൻ ഫോൾസ് ആണ്, പക്ഷെ റീസൺ എന്താണ്? ട്രൂ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? അസേർഷൻ എഴുതുവാണേ ആദ്യം. തേർഡ് ക്വസ്റ്റ്യൻ അസേർഷൻ ആണ് ആദ്യം എഴുതുന്നത്. അസേർഷൻ എന്ന് പറയുന്നത് the cube of even number is always even. Cube of even number എന്ന് പറയുന്നത് always even എന്നാണ് പറയുന്നത്. ഈവൻ നമ്പറിന്റെ ക്യൂബ് ഈവൻ നമ്പർ തന്നെയാണെന്നാണ് പറയുന്നത്. റീസൺ നോക്കാം. റീസൺ എന്താണ്? when you multiply even number by 3 times the result is always even. അതായത് ഒരു നമ്പറിനെ 3 times മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും എന്താണ്? ഈ കിട്ടുന്ന ആൻസറും ഈവൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ നോക്കാം. അസേർഷൻ എന്താണ്? ക്യൂബ് ഓഫ് ഈവൻ നമ്പർ ഓൾവേസ് ഈവൻ ആണോ? ആണ്. ഈവൻ നമ്പറിന്റെ ക്യൂബ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ തന്നെയാണ്. ഇനി റീസൺ എന്താണ് അവർ പറയുന്നത്? 3 വട്ടം ഇൻറ്റു ചെയ്യുമ്പോൾ ഈവൻ നമ്പർ കിട്ടുന്നുണ്ടോ? ഒരു നമ്പറിനെ, സെയിം നമ്പറിനെ 3 വട്ടം ഇൻറ്റു ചെയ്യുമ്പോൾ അതെ, ഈവൻ നമ്പർ ആണ് കിട്ടുന്നത്. സോ ഇത് രണ്ടും എന്താണ്? ട്രൂ ആണ്. അപ്പം എയും ആറും എന്താണ്? ട്രൂ ആണ്. അതാണ്
ഈ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ ആദ്യം എഴുതാം. അസേർഷൻ finding the cube root of a number is the inverse operation of finding cube of that number. അതായത് finding cube root എന്ന് പറയുന്നത്, ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് ഫൈൻഡിങ് ക്യൂബ് ആണോ എന്നാണ്. ആണ് അല്ലേ? ക്യൂബ് കണ്ടുപിടിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണല്ലോ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 × 2 × 2 നമ്മൾ ചെയ്തു, അപ്പൊ നമുക്ക് 8 കിട്ടി. അതായത് 2 ക്യൂബ് ആണ് എത്രയെന്ന് പറയുന്നത് 8 എന്ന് പറയുന്നത്. ക്യൂബ് കണ്ടുപിടിച്ചു. ഈ 8നെ ഫാക്ടറൈസ് ചെയ്ത് 8ന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2 അല്ലേ കിട്ടുന്നത്. സോ റിവേഴ്സ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇത് എന്താണ്? അസേർഷൻ കറക്റ്റ് ആണ്. ഈ റീസൺ എന്താണ്? റീസൺ, if you take the cube root of a number and then cube, the result you will get back to the original number. അതായത് ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് എടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 8 എഴുതാം അല്ലെ? വേണ്ട, നമുക്ക് ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ എഴുതാം. നമ്മൾ 64 എഴുതി. 64ന്റെ എന്തെടുക്കുവാണ്? ക്യൂബ് റൂട്ട് എടുക്കുവാണ്. 64ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 അല്ലെ? 64ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 4 ആണ്. ഇനി അവർ പറയുന്നത് എന്താണ്? ആൻഡ് യു ഹാവ് ടു ടേക്ക് ദ ക്യൂബ്. എന്റെ ഈ 4ന്റെ ക്യൂബ് എടുത്ത് നോക്കണം. 4ന്റെ ക്യൂബ് എടുത്ത് നോക്കുവാണ്. അതായത് 4 × 4 × 4 equal to 64. You will get back the original number. ഈ നമ്പർ തന്നെ ഇവിടെ കിട്ടിയല്ലോ. അതെ, അപ്പൊ റീസൺ എന്താണ് പറയുന്നത്? ശരിയാണ്. അപ്പൊ ബോത്ത് എ ആൻഡ് ആർ എന്താണ്? ട്രൂ ആണ്. ഈ ക്വസ്റ്റ്യനിലും ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് തന്നിട്ടുണ്ട്. അതായത് ഇത് റോസ്, ഇങ്ങനെ പോകുന്നത് കോളംസ്, ഇത് കോളം, ഇത് റോ. അപ്പൊ ടോട്ടൽ 9 സ്റ്റുഡൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, സ്റ്റുഡൻസ് ഒരു സ്കൂളിലെ 9 സ്റ്റുഡൻസിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫൈൻഡ് ദ അറേഞ്ച്മെന്റ് ഓഫ് 625 സ്റ്റുഡൻസ്. അപ്പൊ 625 സ്റ്റുഡൻസിനെ നമുക്ക് ഈ രീതിയിൽ റോസിലും കോളത്തിലും സെയിം നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേണം. ആ രീതിയിൽ അറേഞ്ച് ചെയ്യണം. അപ്പൊ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 625ന്റെ നമുക്ക് എന്തെടുക്കാം? ഈക്വൽ നമ്പർ ഓഫ് റോസും കോളംസും വേണമല്ലോ. സോ ഈക്വൽ ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇതിന്റെ റൂട്ട് എടുത്ത് നോക്കുക. അപ്പൊ റൂട്ട് എന്ന് പറയുമ്പോൾ എത്രയാ? 25 × 25. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 25 കിട്ടി. സോ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? 25 സ്റ്റുഡൻസിനെ നമുക്ക് റോസിലും കോളത്തിലും എന്ത് ചെയ്യാം? 25 സ്റ്റുഡൻസ് ഈച്ച് റോസും കോളംസും ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റും? 625 പീപ്പിളിനെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഈക്വൽ ആയിട്ട് റോസും കോളംസും കൊടുത്തിട്ട് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഓൾറെഡി ഇവിടെ 3 സ്റ്റുഡൻസ് ഈച്ച് റോ ആൻഡ് കോളത്തിൽ എന്തായിട്ടുണ്ട്? ഫിൽ ആയിട്ടുണ്ട് അല്ലെ? 3 സ്റ്റുഡൻസ് 1 2 3 1 2 3 അല്ലെ? ഇങ്ങനെ നോക്കിയാലും 1 2 3 1 2 3, ഇവിടെ നോക്കിയാലും 1 2 3 1 2 3. സോ 3 സ്റ്റുഡൻസ് ഓൾറെഡി എന്താണ്? 3 സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഈ റോ ആൻഡ് കോളത്തിൽ അറേഞ്ച്മെന്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ 25 വേണ്ട, നമുക്ക് 25 - 3 ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 22 കിട്ടി. അപ്പൊ ഓൾറെഡി ഇത്രയും പേര് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 625 സ്റ്റുഡൻസിന്റെ അറേഞ്ച്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എത്രണ്ണം ചെയ്താൽ മതി? 22 പീപ്പിളിനെ വെച്ചിട്ട് അറേഞ്ച്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫില്ലപ്പ് ചെയ്ത് 625 ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഡിവൈഡ് 625 into 2 ഗ്രൂപ്പ്സ് ഫോർ അറേഞ്ച്മെന്റ്. 2 ഗ്രൂപ്പ് ആക്കണം. ഈ 625 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അത് പാടാണ് അവർക്ക് അറേഞ്ച്മെന്റ്. അതുകൊണ്ട് ടീച്ചേഴ്സ് എന്താണ് തീരുമാനിക്കുന്നത്? ഈ 625 കുട്ടികളെ എന്ത് ചെയ്യുക? 2 ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് 2 ഗ്രൂപ്പാണ് ആവശ്യം. സോ നമ്മൾ 625നെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്യാൻ? 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സമ്മായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 625 25 സ്ക്വയർ. അപ്പൊ 25 സ്ക്വയർ നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് സ്കെയിലിംഗ് പ്രോസസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അല്ലേ 5 സ്ക്വയർ. ഓക്കെ, അപ്പൊ
ഇതിനെ സ്കെയിൽ ചെയ്ത് നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ കണ്ടുപിടിച്ചെടുക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്കെയിൽ ചെയ്യണം നോക്കിയോ. 3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9 അല്ലേ? അപ്പോൾ 9 പ്ലസ് 16 ആണ് എത്ര? 25 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ സ്കെയിലിംഗ് നോക്കിക്കോ. ഇപ്പൊ 3, 4, 5 നമ്മുടെ കയ്യിലുണ്ട്. സ്കെയിലിംഗ് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മൂന്നിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആക്കിയ 3 into 2 6, 4 into 4 6, 4 into 2 8, 5 into 2 10. ഇനി 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 സ്ക്വയർ കിട്ടും. അതുപോലെ സെയിം സ്കെയിലിംഗ് 3 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ നോക്കാം. 3 into 3 9, 9 സ്ക്വയർ പ്ലസ് 4 into 3 12 സ്ക്വയർ ഈക്വൽ ടു 5 into 3 എത്ര? 15 സ്ക്വയർ ആണ്. അതായത് 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ആണ്? 15ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതും ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഏതാണ് നമ്പേഴ്സ്? 3, 4, 5. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ നമ്പേഴ്സ് നമുക്ക് റേഷ്യോ എടുത്ത് നോക്കാം. 3 into 5 15, 4 into 5 20, 5 into 5 25. അപ്പൊ 25 സ്ക്വയർ എന്ന് പറയുന്നത് ഇതായിരിക്കില്ലേ? 15 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ, അതായത് 15 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ. രണ്ട് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? 225 ആണ്. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇതിൽ നമുക്ക് ക്യൂബ് റൂട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് ക്യൂബ് റൂട്ട് of 125 into 3375. ഇതാണ് ക്വസ്റ്റ്യൻ. പ്രോഡക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 125ന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. 125ന്റെ ക്യൂബ് റൂട്ട് നമുക്കറിയാം എത്രയാണ്? 5 ആണ്. ഇനി നമുക്ക് 3375ന്റെ ക്യൂബ് റൂട്ട് ആണ് കണ്ടുപിടിക്കാം. അത് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിച്ചോണം. 5 into 6 30, വീണ്ടും 5 into 7 37, 25, 5 into 5. 5 ones are 5, 5 threes are 15, 5 5s are 25, 5 2s are 10, 5 7s are 27, 3 into 9 27, 3 into 3 9. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 into 5 into 5 into 3 into 3 into 3. ഇനി ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. അതായത് ഇതിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കാം, ഇതിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കാം. സോ എത്രയാണ്? 15 ആണ് ഇതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. സോ പ്രോഡക്റ്റ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഇവിടെ 5 കിട്ടി, ഇവിടെ 15 കിട്ടി. നമ്മൾ അപ്പോൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. 5 into 15 ആണ് ഇപ്പൊ ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? ആൻസർ എന്ന് പറയുന്നത് 75. ഓക്കെ, സംസാരിക്കല്ലേ. ദ വോളിയം ഓഫ് ദ ക്യൂബ്. വോളിയം ഓഫ് ദ ക്യൂബ് നമുക്ക് തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ക്യൂബ് ആണ്. ഓക്കെ, അത് തന്നിക്കുന്ന എന്ന് പറയുന്നത് 4096 മീറ്റർ ക്യൂബ് ആണ് വോളിയം എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ആണ്. സൈഡ് ഓഫ് ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു ക്യൂബ്, ഇതാണ് ഒരു ക്യൂബ്. റൂബിക്സ് ക്യൂബ് ഒക്കെ പോലെ ഒരു ക്യൂബ്. അതിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓരോ സൈഡും കണ്ടുപിടിക്കണം. ഫസ്റ്റ് വോളിയം ഓഫ് ക്യൂബിന്റെ ഫോർമുല എന്താണ്? എ ക്യൂബ്. ഓക്കെ, അപ്പൊ എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യൂബ് റൂട്ട് ഓഫ് വോളിയം അല്ലേ? ഇത് ചെയ്താൽ മതി. വോളിയത്തിന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടും. സോ നമുക്കിത് ഫാക്ടറൈസേഷൻ ചെയ്യാം. 4096 ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 2048 വീണ്ടും 2. അപ്പൊ എത്ര കിട്ടും? 1024 വീണ്ടും 2. സോ 512 വീണ്ടും 2. 256 വീണ്ടും 2 ൽ പോകും. 128 അതും 2. 2 6 are 12, 2 4 are 8. വീണ്ടും 2. അപ്പൊ 32 കിട്ടും. വീണ്ടും 2. അപ്പൊ 16 കിട്ടും. വീണ്ടും 2. അപ്പൊ 8 കിട്ടും. വീണ്ടും 2. അപ്പൊ 4 കിട്ടും. വീണ്ടും 2. അപ്പൊ 2 കിട്ടും. ഇങ്ങനെ എത്തി. അപ്പൊ എല്ലാം കൂടി എത്ര 2 ഉണ്ടെന്നുള്ളത് നമുക്ക് എഴുതി വയ്ക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഗ്രൂപ്പ് ചെയ്യാം. 3 എണ്ണം ഒരു ഗ്രൂപ്പ്. സോ അടുത്ത 3 ആൾ ഒരു ഗ്രൂപ്പ് 2. അടുത്ത 3 പേര് ഒരു ഗ്രൂപ്പ് 2. പിന്നെ എത്ര 2? ഓക്കെ, 3 പേര് 2. ഈക്വൽ ടു എത്രയാണ്? 6
16 meter. So A എന്ന് പറയുന്നത് one side of cube എന്ന് പറയുന്നത് എത്രയാണ് 16 meter ആണ്.